ഹലോ വസുന്ധര. CKCP എവിടെയുണ്ട്? ഞാൻ മറ്റേ പുള്ളിക്കാരനുമായിട്ട് മീറ്റിംഗ് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്ന് കയറിയതേ ഉള്ളൂ. ഒന്ന് ഫ്രഷായിട്ട് വസുന്ധര വിളിക്കാന്ന് കരുതിയിരുന്ന. വസുന്ധര പറഞ്ഞ വളരെ ശരിയാ. പല വഴികളിലൂടെയും നിധിയെ കൊടുക്കാൻ നോക്കിയവൻ ഒരു തെളിവ് അവശേഷിപ്പിക്കാതെ വേണമല്ലോ നിധിയെ തീർക്കാൻ. അതാ ഡിലേ ആവുന്നത്. ഡോണ്ട് വറി, ഉടനെ തന്നെ അവൻ കാര്യം സാധിച്ചിരിക്കും. ഇനി അതിന്റെ ആവശ്യമില്ല CKC. ഒരു ഗുഡ് ന്യൂസ് പറയാൻ വേണ്ടിട്ടാ CKC ഇപ്പൊ ഞാൻ അങ്ങോട്ട് വിളിച്ചത്. ഗുഡ് ന്യൂസോ? അപ്പൊ വേറെ ആരെങ്കിലും വെച്ച് നിധിയെ വസുന്ധര തീർത്ത് കാണൂ. നിധിയില്ലേ പിന്നെ ഞാൻ അങ്ങനെ നിർമ്മലയെ കണ്ടുപിടിക്കും. ഹലോ CKC, ഹലോ ഹലോ. പറയൂ വസുന്ധര. ആ ഗുഡ് ന്യൂസ് എന്താണെന്ന് CKC ചോദിച്ചില്ലല്ലോ. അതെനിക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. നിധിയെ ഞാൻ വേറെ ആളെ വെച്ച് തീർത്തു എന്ന് കരുതിയോ? ആ നല്ല വാർത്ത കേൾക്കാൻ ഇനിയും സമയമുണ്ട് CKC. പക്ഷേ അതിനു മുൻപേ ഒരു നല്ല കാര്യം സംഭവിച്ചു. ഞാനിപ്പോ ഈശ്വരമംഗലത്താ ഉള്ളത്. ഈശ്വരമംഗലത്തോ? അതെങ്ങനെ? ഇത് വല്ലാത്തൊരു സർപ്രൈസ് ആയി പോയല്ലോ. ഒരു പന്തയത്തില് തോറ്റ് വീട് വിട്ട് ഇറങ്ങേണ്ടി വന്നു എന്ന് കരുതി അത് നിധിക്ക് രാജ്ഞിയായി വാഴാനുള്ള ഒരവസരമാക്കി മാറ്റി കൊടുക്കരുതെന്ന് ഞാൻ ആഗ്രഹിച്ചു. അതുകൊണ്ടൊരു തന്ത്രം മെനഞ്ഞ് ഞാനിങ്ങ് തിരിച്ചു കയറി CKC. സത്യം പറയാലോ വസുന്ധര, ഇത് വെറും സന്തോഷമല്ല. മാലപ്പടക്കം വാങ്ങി കത്തിച്ച് പൂത്രിയും മത്താപ്പും ഒക്കെ കത്തിച്ച് ഇതൊരു ആഘോഷമാക്കി മാറ്റണമെന്നാ എനിക്കിപ്പോ തോന്നുന്നത്. അതെന്തിനാ? ഞാൻ ഈശ്വരമംഗലത്തേക്ക് തിരികെ കയറിയതിന് CKC എന്തിനാ അത്രയ്ക്ക് സന്തോഷിക്കുന്നത്? എനിക്ക് ഈശ്വരമംഗലത്ത് ഒരു കാര്യം സാധിക്കാനുണ്ടായിരുന്നു. അതിന് എന്റെ ഒരാൾ അവിടെ ഇല്ലല്ലോ എന്ന ടെൻഷനിലായിരുന്നു ഞാൻ. ഇപ്പോ വസുന്ധര അവിടെ ഉണ്ടെന്നറിയുമ്പോ അതിന്റെ പേരിൽ ഞാൻ എങ്ങനെ സന്തോഷിക്കാതിരിക്കും? CKCക്ക് ഈ വീട്ടിൽ എന്ത് കാര്യ സാധിക്കാനുള്ളത്? അതൊക്കെ ഉണ്ട് വസുന്ധരെ. എന്റെ ജീവന് തന്നെ ഭീഷണിയായി മാറിയ ഒരാൾ ആ വീട്ടിലുണ്ട്. അതൊരു പുതിയ കാര്യമല്ലല്ലോ. നിധിയല്ലേ CKC ഉദ്ദേശിച്ചത്? നിധിയുടെ കാര്യമല്ല വസുന്ധര ഞാൻ പറഞ്ഞത്. വേറൊരുത്തി ഉണ്ട് അവിടെ. വേറൊരുത്തിയോ? അതാര്? അതായത് നിധിയാണല്ലോ വിളിക്കുന്നത്. ഹലോ CKC, ഹലോ. ആരുടെ കാര്യമായി പറയുന്നത്? വസുന്ധരെ, ആ നിധി വിളിക്കുന്നുണ്ട്. ഞാനൊന്ന് എടുത്തു നോക്കട്ടെ. വസുന്ധര ഹോൾഡ് ചെയ്താൽ മതി. ആ, എടുത്തു നോക്ക്. ഹലോ. പ്രിയപ്പെട്ട ചങ്ങാതി വസുന്ധരയെ കോൾ വെയിറ്റിംഗിൽ നിർത്തിയിരിക്കുവാണോ അതോ കട്ട് ചെയ്ത് വിട്ടോ? നിങ്ങൾ തമ്മിലുള്ള സംഭാഷണവും അതിന്റെ പോക്കും ശ്രദ്ധിച്ചിട്ട് തന്നെയാ ഇപ്പൊ ഞാൻ ഈ കോള് ചെയ്തത്. എന്താ സാറേ സാർ ഉദ്ദേശിക്കുന്നത്? വസുന്ധര മാഡത്തിനോട് നിർമ്മലാന്റിയുടെ കാര്യം അങ്ങ് തുറന്നു പറഞ്ഞ് സ്വന്തം പക്ഷത്തേക്ക് ഒരാളെ കൂടി അങ്ങ് ചേർത്ത് യുദ്ധത്തിന് ആക്കം കൂട്ടാമെന്നാണോ? വസുന്ധര മാഡം ഈശ്വരമംഗലത്തേക്ക് തിരികെ വന്ന സ്ഥിതിക്ക് നിങ്ങൾക്ക് ഒരായുധം കൂടി കയ്യിൽ കിട്ടിയെന്ന് എനിക്കറിയാം. പക്ഷേ അതിലൊരു കുഴപ്പമുണ്ടല്ലോ CKC. നിർമ്മലാന്റിയുടെ കാര്യം എങ്ങാനും വസുന്ധര മാഡം അറിഞ്ഞ പിന്നെ നിർമ്മലാന്റിയുടെ സർവപൂർവ ചരിത്രവും മറ്റൊരാൾ കൂടി അറിയും. നിങ്ങളുടെ ഭാര്യ സാക്ഷാൽ ജ്യോതിർമയി. അത് വേണോ വേണ്ടോ എന്ന് ആലോചിച്ചിട്ട് വേണം വസുന്ധര മാഡത്തിനോട് സർവ്വതും തുറന്നു പറയാൻ. ഞാൻ പറഞ്ഞതൊക്കെ മിസ്റ്റർ CK ചന്ദ്രബോസിന് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? സാറിന്റെ ചെങ്ങാതി ദേ ഫോണും ഹോൾഡ് ചെയ്ത് പിടിച്ച് വെയിറ്റ് ചെയ്തിരിക്കാട്ടോ. അപ്പോ പറഞ്ഞത് മറക്കണ്ട. സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ചെയ്യും. അത് സംഭവിച്ചാൽ നിങ്ങളുടെ ഗതി എന്തായിരിക്കും എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. തെരുവിൽ അവിടെയാവും സാറേ നിങ്ങളുടെ സ്ഥാനം. ഓർത്തോ? തിരികെ ഈശ്വരമംഗലത്തേക്ക് കയറിയ ഉടനെ തന്നെ
കുഴിത്തുരുമ്പ് പരിപാടിയൊക്കെ തുടങ്ങിയല്ലേ? നാണം തോന്നുന്നില്ലേ നിങ്ങൾക്ക്? ആത്മനിന്ദ തോന്നുന്നില്ലേ? നിങ്ങളൊരു സ്ത്രീ തന്നെയാണോ? ഒരു കാര്യം മുഖത്ത് നോക്കി പറഞ്ഞാൽ എന്നോട് വിരോധം തോന്നരുത്. ഇനിയും പഴയപടി ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണ് മാഡത്തിന്റെ തിരിച്ചുവരവെങ്കിൽ ഒരിക്കൽ കൂടി കൂടും കുടുക്ക എടുത്ത് ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വരും. അത് തനിച്ചുള്ള പടിയിറക്കമായിരിക്കില്ല. കഴുത്തിന് പിടിച്ച് പുറത്ത് തള്ളുന്നത് അന്ന് ഈ നിധിയായിരിക്കും. ഓർമ്മ വെച്ചോ. ഈ CKC ഒക്കെ ഇവളിത് എന്തു പറഞ്ഞാ ഇങ്ങനെ വരട്ടുന്നത്? ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ.